Hi all. നമ്മൾ ഇന്ന് ചാപ്റ്റർ 2 ഓപ്പറേഷൻ വിത്ത് ഇൻറ്റീജേഴ്സിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് എടുക്കുന്നത്. ഫിഗർ ഇറ്റ് ഔട്ട്. അതിലെ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഈസ് 5th ക്വസ്റ്റ്യൻ. ഗ്രേഡ് 7ലെയാണ്. ഗ്രേഡ് 6, 8, 9, 10 എല്ലാത്തിലെയും പോർഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോർഷൻ്റെയും വീഡിയോ അയച്ചു തരാം, യൂട്യൂബിൽ ഇട്ടേക്കാം. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഡു യു റിമെമ്പർ ദ കൊലാപ്സ് കൺജക്ചർ ഫ്രം ദ ലാസ്റ്റ് ഇയർ? നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രേഡ് 6ൽ പഠിച്ചിട്ടുണ്ട്. അറിയാത്തവരൊന്ന് നോക്കുക. ട്രൈ ദ മോഡിഫൈഡ് വേർഷൻ വിത്ത് ഇൻറ്റീജേഴ്സ്. ഇതിൻ്റെ അകത്ത് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. ദ റൂൾ സ്റ്റാർട്ട് വിത്ത് എനി നമ്പർ. നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആ നമ്പർ എന്ത് ചെയ്യണം? ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കണം. ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഒരു -7 എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു. -7നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് 1 ആഡ് ചെയ്യണം. ഈ കൊളാപ്സ് കൺജക്ചർ ഒറിജിനലി 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻറ്റീജർ ആയതുകൊണ്ട് അവർ -3 എന്ന് എഴുതിയേ ഉള്ളൂ. അപ്പം രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് 21 വരും. 21 + 22. 22ന്റെ ഹാഫ് 11 എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 11നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്തപ്പോൾ -32 കിട്ടി. -32ന്റെ ഹാഫ് -60. -60ന്റെ ഹാഫ് -8. Again we are taking half of it, so you are getting -4. Again half, -2, again half, -1. ഇനി അപ്പോൾ ഓഡ് നമ്പർ വന്നു. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 ആഡ് ചെയ്യുക. അപ്പോൾ 4 കിട്ടി. പിന്നെ എന്ത് ചെയ്യുക? 4ന്റെ ഹാഫ് എടുക്കുക, 2ന്റെ ഹാഫ് എടുക്കുക, 1. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അൺടിൽ 1 യു ആർ ഗെറ്റിംഗ് 1 കിട്ടുന്നത് വരെ നമ്മളിത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് ചെയ്യുക? ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയ -21ഉം -6ഉം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ളത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ പാറ്റേൺ യു ഒബ്സർവ്. അവിടെ നമുക്ക് കിട്ടുന്ന പാറ്റേൺ നമുക്ക് എഴുതാം. അപ്പം ഇതിൽ -21 ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത്. അപ്പം -21 നമ്മൾ എന്ത് ചെയ്യുക? -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -21 ടൈംസ് -3. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 1 കൊണ്ട് ആഡ് ചെയ്യും. അപ്പം 21 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 63 കിട്ടും. 63 + 1 എന്ന് പറയുമ്പോൾ 64 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 64നെ ഈവൻ നമ്പർ അല്ലേ, സോ ഡിവൈഡ് ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? ഈവൻ നമ്പർ വന്നു, ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് 16 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? അഗെയിൻ ഡിവൈഡ് ബൈ 2, സോ യു ആർ ഗെറ്റിംഗ് 8. അഗെയിൻ ഡിവൈഡ് ബൈ 2, 4 കിട്ടും. അഗെയിൻ ഡിവൈഡ് ബൈ 2, 2 കിട്ടി. അഗെയിൻ ഡിവൈഡിങ് ബൈ 2, യു വിൽ ഗെറ്റ് 1. 1 കിട്ടുന്നത് വരെ ചെയ്തേച്ചാൽ മതി. അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്ത് വരും? -21, അത് കഴിഞ്ഞാൽ 32 വരും. 32 കഴിഞ്ഞാൽ 16 വന്നു. പിന്നെ 8, പിന്നെ 4, പിന്നെ 2, 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് -6 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. -6 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ഈവൻ നമ്പർ ആലോ തന്നെ. അപ്പം -6 ഈവൻ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. -6ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ -3. ഓഡ് നമ്പർ കിട്ടി. അപ്പോൾ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് -3. ദെൻ +1. -3 × -3 സെയിം സൈൻ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. +9. +9 + 1 10 കിട്ടി. ഇനി 10ന്റെ ഹാഫ് എടുക്കുക. 10ന്റെ ഹാഫ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. ഇനി 5നെ -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 ആഡ് ചെയ്യുക. 5 ടൈംസ് -3 ഇറ്റ് ഈസ് -15. -15 + 1 എന്ന് പറയുന്നത് എത്ര കിട്ടി? -40. അഗൈൻ വി ആർ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, സോ ഡിവൈഡ് ഇറ്റ് ബൈ 2. അപ്പോൾ 7 കിട്ടി. ഇനി ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓഡ് നമ്പർ കിട്ടുമ്പോൾ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് -3, ദെൻ ആഡ് 1. അപ്പം -21 + 1 -21 + 1 -20. Then we have to divide it by 2. -20 divided by 2 എന്ന് പറയുമ്പോൾ -10 കിട്ടി. ഇനി -10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5 കിട്ടി. ഇവിടെ -7 ആട്ടോ. -14 divided by 2 it is -7. So -7 times -3 it is 22. +22 ആണ് വന്നത്. then positive
സൈൻ ഇടാൻ മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോട്ടോ. 22 കാരണം -7 ടൈംസ് -3 പോസിറ്റീവ് 21 ആണ്. 21 പ്ലസ് 1 22 ഡിവൈഡിങ് ബൈ 2 യു വിൽ ഗെറ്റ് 11. ഇനി എന്ത് ചെയ്യുക? 11നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് 1 ചെയ്യുക. അപ്പം -32 കിട്ടും. അഗെയിൻ ടേക്ക് ദ ഹാഫ് ഓഫ് -32. ഇറ്റ് ഈസ് -16. ഹാഫ് എടുക്കുക, -8 ഹാഫ് എടുക്കുക, -4 ഹാഫ് എടുക്കുക, -2 ഹാഫ് എടുക്കുക, -1. ഇനി എന്ത് ചെയ്യുക? -1 ടൈംസ് -3 പ്ലസ് 1. അപ്പം 3 പ്ലസ് 1 4 കിട്ടി. 4ന്റെ ഹാഫ് എടുക്കുക, 2 കിട്ടി. 2ന്റെ ഹാഫ് എടുക്കുക, 1. അപ്പം ഇതായിരിക്കും പാറ്റേൺ. അപ്പം നമുക്ക് എവിടം വരെ കിട്ടുന്നോ 1 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. നെഗറ്റീവ് സൈൻ തെറ്റിപ്പോകാതെ നോക്കുക. -14/2 എന്ന് പറയുമ്പോൾ -7 ആണ് തന്നെ. രണ്ടിൻ്റെയും ആൻസർ കിട്ടിയോ? ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ കുറച്ച് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ടെസ്റ്റ് +4 മാർക്ക് ആർ ഗിവൺ ഫോർ ദ കറക്റ്റ് ആൻസർ. ഏത് കറക്റ്റ് ആൻസർ എഴുതിയാലും നമുക്ക് എത്ര കിട്ടും? +4 കിട്ടും. ഇനി ആൻഡ് -2 മാർക്സ് ആർ ഗിവൺ ഫോർ എവറി ഇൻകറക്റ്റ് ആൻസർ. ഏത് ഇൻകറക്റ്റ് ആൻസർ എഴുതിയാലും നമ്മുടെ കയ്യിൽ നിന്ന് -2 അങ്ങ് മാർക്ക് കുറഞ്ഞു പോകും. അനിത ആൻസേർഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ ടെസ്റ്റ്. ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും അനിത ചെയ്തു. എന്തൊക്കെ? അപ്പം എല്ലാ ടെസ്റ്റിലെ ആൻസറും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ മാർക്ക് എത്ര കിട്ടി? 40 മാർക്ക് കിട്ടി. ഈവൻ തോ 15 ഓഫ് ഹർ ആൻസേഴ്സ് വർ കറക്റ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഇത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പം നമുക്ക് അതിനെ എച്ച് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പം 15 ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഓഫ് ഹർ ആൻസേഴ്സ് ആർ വെർ ഇൻകറക്റ്റ്? എത്ര ഇൻകറക്റ്റ് ഉണ്ട്? ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആർ ഇൻ ദ ടെസ്റ്റ്? ടെസ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും അറിയാൻ പാടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ എങ്ങനെയായിട്ട് എടുക്കാം? എഡ്സ് ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് ടോട്ടൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എഡ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 15 ആൻസേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കറക്റ്റ് ആണ്. അപ്പോൾ 15 × 4 ഇൻകറക്റ്റ് എത്രയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇൻകറക്റ്റിന് എഡ്സ് ആയിട്ട് എടുത്താലും മതി. ഇൻകറക്റ്റ് ആൻസേഴ്സിന് എഡ്സ് ആയിട്ട് എടുക്കുമ്പോൾ ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് എന്ത് ചെയ്യും? ഓരോ തെറ്റ ആൻസറിനും -2 കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ 15 ടൈംസ് 4 ചെയ്യുക. 15 ടൈംസ് 4 എന്ന് പറയുമ്പോൾ 60 കിട്ടും. അപ്പോൾ 60 പ്ലസ് എക്സ് ടൈംസ് -2 എന്ന് പറയണതാണ് 40. പ്ലസ് 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? -60 ആയിട്ട് മാറും. അപ്പോൾ 40 - 60 എന്ന് പറയുമ്പോൾ എത്രയാവും? -20 ആവും. എക്സ് ടൈംസ് -2 എന്ന് പറയുന്നതാണ് -20. മൾട്ടിപ്ലൈഡ് ബൈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ -2 ആയിട്ട് മാറും. അപ്പോൾ -20 ഡിവൈഡഡ് ബൈ -2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 10 ആണ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആൻസേഴ്സ് എത്രയായിരുന്നു? 10 ആയിരുന്നു. ഇൻകറക്റ്റ് ഹൗ മെനി ആൻസേഴ്സ് വർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 10 കിട്ടി. ഇനി കറക്റ്റ് ആൻസേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 15. കറക്റ്റ് 15. ഇത് ഇൻകറക്റ്റ്, കറക്റ്റ് 15. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? ഇൻകറക്റ്റും കറക്റ്റും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. കറക്റ്റ് ആൻസറിന് കിട്ടിയ മാർക്ക് 60, അനിതയ്ക്ക് കിട്ടിയത് 40. അപ്പം എത്ര മാർക്ക് പോയി? 20 മാർക്ക് പോയി. 20 മാർക്കിൽ ഓരോ തെറ്റ് ആൻസറിനും -2 കുറയും. അപ്പം 20 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 ഇൻകറക്റ്റ് ആണ് കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അനിൽ സ്കോർഡ് -10 മാർക്സ് ഈവൻ ദോ ഹി ഹാഡ് 5 കറക്റ്റ് ആൻസർ. 5 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിലും ആൾക്ക് എത്രയാണ് കിട്ടിയത്? -10 ആണ് കിട്ടിയത്. ഹൗ മെനി ഓഫ് ഹിസ് ആൻസേഴ്സ് വെർ ഇൻകറക്റ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര ആൻസേഴ്സ് ഇൻകറക്റ്റ് ആയിരുന്നു? ഡിഡ് ഹി ലീവ് എനി ക്വസ്റ്റ്യൻ അൺആൻസേർഡ്? ഏതെങ്കിലും ആൻസർ അൺആൻസേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പം 5 കറക്റ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകറക്റ്റിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. 5 കറക്റ്റ് ആൻസർ ആകുമ്പോൾ 5 × 4 5 കറക്റ്റ് ആൻസറിന് ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്ക് കിട്ടുമെങ്കിൽ 5 കറക്റ്റ് ആൻസറിന് 5 ടൈംസ് 4 20 കിട്ടും. ഇൻകറക്റ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. പക്ഷേ ഓരോ ഇൻകറക്റ്റിനും നമുക്ക് എത്ര മാർക്ക് വീതം വെച്ച് പോകും? -2 മാർക്ക് വീതം വെച്ച് പോകും. ഇതുപോലെ തന്നെ ഇക്വേഷനിൽ അങ്ങ് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ 5 ടൈംസ് 4 എന്ന് പറയുമ്പോൾ 20 കിട്ടും. 20 പ്ലസ് എക്സ് -2 ഈസ് ഈക്വൽ ടു -10. ഇനി 20ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്തായിട്ട് മാറും? -20 ആയിട്ട് മാറും. അപ്പം -10ഉം -20യും കൂടി ചെയ്യുമ്പോൾ എത്ര കിട്ടും? -30 കിട്ടും. എക്സ് ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു -30. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും?
മൈനസ് 30 ഇൻറ്റു 2 ഇപ്പുറത്തേക്ക് മുമ്പ് ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 15. അപ്പോൾ ഇൻകറക്റ്റ് ആൻസേഴ്സ് എത്രയാണ് വന്നിരിക്കുന്നത്? 15 ആണ്. ടോട്ടൽ എത്രയാണ് ഉള്ളത്? 25 ആണ് ഉള്ളത്. ടോട്ടൽ 25-ൽ ഇൻകറക്റ്റ് 15 ആണ്. കറക്റ്റ് എത്രയാണെന്ന് നമുക്ക് ആദ്യമേ ഇൻകറക്റ്റ് 15, കറക്റ്റ് 10 ആണ്. ഇനി ഹൗ മെനി ഓഫ് ഹിസ് ആൻസേഴ്സ് വർ ഇൻകറക്റ്റ്? എത്ര ആൻസേഴ്സ് ഇൻകറക്റ്റ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻകറക്റ്റ് വന്നിരിക്കുന്നത് 15 ആണ്. ഇറ്റ്സ് സോൾവ് ചെയ്തപ്പോൾ 15 കിട്ടി. ഡിഡ് ഹി ലീവ് എനി ക്വസ്റ്റ്യൻ അൺആൻസേർഡ്? ഏതെങ്കിലും അൺആൻസേർഡ് ചെയ്ത് വിട്ടിട്ടുണ്ടോ? അൺആൻസേർഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി? ടോട്ടൽ 25 ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സം ഓഫ് കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. സോ 15 + 10 25. അനിതയുടെ 10 ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് ഔട്ട് ഓഫ് 25-ൽ വന്നത്. അപ്പോൾ 25 - 20 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അപ്പോൾ അനിൽ എത്ര ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ ആള് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ 7-ന്റെ അകത്ത് ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഓപ്പറേഷൻസ് ഡൺ ബൈ ദ മെഷീൻ ഷോൺ ബിലോ. എങ്ങനെ ചെയ്താലും നമുക്ക് എത്ര കിട്ടണം? 28 കിട്ടണം. എന്ത് ചെയ്താലാ 28 കിട്ടണമെന്ന് നോക്കാം. നമുക്കറിയാലോ 8 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. പക്ഷെ ഇവിടെ -3 വന്നേക്കണം. അപ്പോൾ 8 × -3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടണേ? -24 കിട്ടണം. -24-ന്റെ കൂടെ എന്ത് ചെയ്താലും നമുക്ക് 28 കിട്ടണേ? -24-ന്റെ കൂടെ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? ഏത് ചെയ്താലാണ് 24 കിട്ടണമെന്ന് നോക്കാം. ഓൾറെഡി ഇവിടെ -24 ഉണ്ട്. അപ്പം ഇവിടെയല്ല മൈനസ് ഉണ്ട്, ഇവിടെയാണ് 4 വേണ്ടത്. അപ്പം ഈക്വൽ ടു നമുക്ക് 28 കിട്ടണം. അപ്പോൾ ഒരു നെഗറ്റീവും കൂടി എടുത്താൽ പോരെ. 4 - -24 നമുക്ക് എന്ത് കിട്ടുമെന്ന് കിട്ടും? 28 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മൈനസും ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമാണ് വേണ്ടത്. 9 × 6. ഇനി എന്ത് ചെയ്യാം? 6 - കിട്ടിയ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് -48 കിട്ടും. ഇനി 3 × -2 എന്ന് പറയുമ്പോൾ -6. ഇനി എന്ത് ചെയ്യാം? 2 - -6 ചെയ്യുമ്പോൾ നമുക്ക് +8 കിട്ടും. അതുപോലെ തന്നെ 5 × -8 എന്ന് പറയുമ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. -40 കിട്ടും. 2 മൈനസ് വരുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. -9 + 40 ആവും. -9 + 40 31. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ചോദിച്ചിരിക്കുന്നത് -6 ടൈംസ് -9. രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ചുമ്മാ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. 6 × 9 എന്ന് പറയുമ്പോൾ 54 കിട്ടി. ഇനി ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, കാരണം ഇത് പോസിറ്റീവ് അല്ല. അപ്പം -16 - 54 ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. -16 - 54 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും? -70 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ ഇൻ എ പ്ലേസ് വെർ ദ ടെമ്പറേച്ചർ ഡ്രോപ്പ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ് ഈച്ച് അവർ. ഓരോ മണിക്കൂറും 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇഫ് ദ ടെമ്പറേച്ചർ കറൻ്റ്ലി അറ്റ് 8 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 അവർ കഴിയുമ്പോൾ എത്രയായിരിക്കും? 1 അവറിൽ 5 ഡിഗ്രി സെൽഷ്യസ് താഴും. അപ്പോൾ 4 അവറിൽ എത്ര കുറയും? -5 × 4. അപ്പോൾ അത് എത്രയായിട്ട് മാറും? -20 ആയിട്ട് മാറും. -20 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത്. അപ്പോൾ -20 ഡിഗ്രി സെൽഷ്യസ് ചെയ്യും. അപ്പോൾ 8 - 20 എന്ന് പറയുമ്പോൾ -12 ഡിഗ്രി സെൽഷ്യസ്. 4 അവേഴ്സ് കഴിയുമ്പോൾ അത് എത്രയിലായിരിക്കും വരുന്നത്? -12 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. കറന്റ് ടെമ്പറേച്ചർ ഇത് ഓരോ മണിക്കൂറും 5 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വിത്ത് എ പ്രോഡക്റ്റ് ഓഫ് -6. 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -6 കിട്ടണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്പേഴ്സ് എഴുതുവാണെങ്കിൽ 1 5 4 3 എന്ന് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ 3 4 5 എന്ന് എഴുതുവാണെങ്കിൽ എങ്ങനെയാണ്? n - 1 n n + 1 ആ ഫോമിലാണ് വന്നത്.
ഇപ്പോൾ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -6 കിട്ടണം. ഓരോരോ കോമ്പിനേഷൻ നോക്കുക. -3 ടൈംസ് -2 ടൈംസ് -1. 3 നെഗറ്റീവ് നമ്പർ ഉള്ളതുകൊണ്ട് ആൻസറിൽ മൈനസ് തന്നെ വരുള്ളൂ. 3 × 2 എന്ന് പറയുമ്പോൾ 6, 6 × 1 എന്ന് പറയുമ്പോൾ 6 തന്നെ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -6 കിട്ടി. ഇനി 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120 കിട്ടണം. 6, 5, 4. 6 × 5 30. 30 ടൈംസ് 4 എന്ന് പറയുമ്പോൾ 120 കിട്ടി. നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. അല്ലെങ്കിൽ 4 ടൈംസ് 5 ടൈംസ് 6 അങ്ങനെ എടുത്താലും കുഴപ്പമില്ല, മാറി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി 10th ക്വസ്റ്റ്യൻ. ആൻ ഏലിയൻ സൊസൈറ്റി യൂസസ് എ പെക്യുലിയർ കറൻസി കോൾഡ് പിപ്സ്. അവർ പിപ്സ് എന്ന് പറയുന്ന ഒരു പെക്യുലിയർ കറൻസിയാണ് എടുക്കുന്നത്. വിത്ത് ജസ്റ്റ് 2 ഡിനോമിനേഷൻസ് ഓഫ് കോയിൻസ്. അവർ 2 കോയിൻസ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം 10ന്റെ കോയിനും 20യുടെ കോയിനും ഉപയോഗിക്കണില്ല, അതുപോലെ തന്നെ ഇവർ 2 കോയിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് +13ന്റെ കോയിനും പിന്നെ വരുന്നത് -9ന്റെ പിക് കോയിനുമാണ്. 2 കോയിൻ ഉപയോഗിക്കുന്നത്. ഒന്ന് +13ന്റെ കോയിനും ഒന്ന് -9ന്റെ പിക് കോയിനുമാണ്. യു ഹാവ് സെവറൽ ഓഫ് ദീസ് കോയിൻ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഇഷ്ടമാതിരി കോയിൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ +85 പിപ്സ് വാങ്ങിക്കാൻ പറ്റുമോ? യെസ്, വി ക്യാൻ യൂസ്. എന്ത് ചെയ്യാം? 10 കോയിൻസും 10 കോയിൻസ് ഓഫ് 13 പിപ്സ്. 13 പിപ്സിൻ്റെ 10 കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 130 റുപ്പീസ് ആയി അല്ലേ? 130 ആയി. ഇനി 5 കോയിൻസ് ഓഫ് -9 പിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 45 ആയി. -45 ആയി. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ 85 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 കോയിൻസിന്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടണം? +20 കിട്ടണം. ഏതൊക്കെ നമ്പേഴ്സ് ചെയ്താലാണ് +20 കിട്ടണത്, +40 കിട്ടണത്, +8 കിട്ടണത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് പർച്ചേസ് ആൻഡ് ഐറ്റം കോസ്റ്റ് 1568 പിപ്സിന്റെ എമൗണ്ടിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ 30x - 9y അങ്ങനെ എഴുതാം. നമുക്ക് എച്ചിന് വൈക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ആദ്യത്തേൽ 20 ആണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ പല പല വാല്യൂസ് കൊടുക്കുക. ഇപ്പം 13ന് 1 കൊടുത്ത് നോക്കുക, 13ന് 2 കൊടുത്ത് നോക്കുക. അന്നേരമൊക്കെ നമുക്ക് 20 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 20 കിട്ടുന്നത് എപ്പോഴാണോ ആ വാല്യൂ നമ്മൾ എഴുതും. ഇപ്പം ചെയ്ത് നോക്കാം. 13 × 5 + -9 × 5. അപ്പം അതിൽ 13 × 5 എത്രയാണെന്ന് നോക്കുക. 13 × 5 എന്ന് പറയുമ്പോൾ 65 കിട്ടി. 65ൽ നിന്ന് 45 സബ്ട്രാക്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 13 കിട്ടി. അപ്പം എന്തെടുക്കുക? +13ന്റെ 5 പിപ്സും അതുപോലെ തന്നെ -9ന്റെ 5 പിപ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് പറയണ +20 കിട്ടും. അതുപോലെ തന്നെ +10 കിട്ടാൻ എന്ത് ചെയ്യുക? 10 × 30 - 10 × 9. 10 × 30 എന്ന് പറയുമ്പോൾ 130 കിട്ടും. 130ൽ നിന്ന് 90 കുറയ്ക്കുമ്പോൾ 40 കിട്ടും. ഇനി -50 കിട്ടാൻ എന്ത് ചെയ്യുക? എത്ര പിപ്സ്? 13ന്റെ +13ന്റെ എത്ര പിപ്സ് എടുക്കണം? 10 കോയിൻസ് എടുക്കണം. 10 കോയിൻസ് ഓഫ് +13നും 20 കോയിൻസ് ഓഫ് -9 കൊടുത്തു കഴിഞ്ഞാൽ 130 - 180 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -50 പിപ്സ് കിട്ടും. അടുത്തത് 8ന്റെ +8 കിട്ടണം. അപ്പം 2 കോയിൻസ് ഓഫ് 30 പിപ്സ് 2 × 13 - 2 × 9 ചെയ്യുമ്പോൾ 26 - 8 നമുക്ക് +8 പിപ്സ് കിട്ടും. അടുത്തത് +10 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? 7 കോയിൻസ് ഓഫ് 13 ആൻഡ് 9 കോയിൻസ് ഓഫ് -9. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അത് നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ അത് ചെയ്ത് നോക്കുക, അല്ലാതെ നമുക്ക് കിട്ടൂല. നമ്മൾ പല കോമ്പിനേഷൻ നോക്കുക. 13ന്റെ പല മൾട്ടിപ്പിൾസ് എഴുതുക, 9ന്റെ പല മൾട്ടിപ്പിൾസ് എഴുതുക. ഇവിടെ -2 കിട്ടണമെങ്കിൽ 13 ടൈംസ് 13 -19 ടൈംസ് 9. ഇതിൽ നമുക്ക് വേറെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക. ചിലപ്പം അതൊക്കെ ആയിട്ട് വരാം. ഇത് തന്നെ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇനി +1 കിട്ടണമെങ്കിൽ 7 ടൈംസ് 13 - 10 ടൈംസ് 9. അപ്പോൾ നമുക്ക് +1 കിട്ടും. ഇനി മറ്റേതിൻ്റെ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ആൻസർ കിട്ടണ്ടേ? 1568 ആണ്. അപ്പോൾ നമ്മൾ 122 ടൈംസ് 13 +13 എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ടൈംസ് 9 സബ്ട്രാക്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് 1568 പിപ്സ് കിട്ടും. അപ്പോൾ അത് പോസിബിൾ ആണ്. ആ എമൗണ്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പറ്റും. ഇനി അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ ആദ്യം കിടക്കുന്നത് ചെയ്യാം. 32 ടൈംസ് -18 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 32 ടൈംസ് -18 എന്ന് പറയുന്നത് -576. ഇനി 576നെ -36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെയിം സൈൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ 16 ആണ്. ബി ക്വസ്റ്റ്യനിലും ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കണം ചെയ്യുക. -36 സൈൻ -18 ചെയ്യാം. രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരുന്നത്? പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ഇനി 32 ഡിവൈഡഡ് ബൈ 648 ചെയ്യുക. സിംപ്ലസ്റ്റ് ഫോമിലേക്ക്. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ 25 ടൈംസ് -12 ചെയ്യുക. 45 ടൈംസ് -27 ചെയ്യുക. 25 ടൈംസ് -12 -300 കിട്ടും. 45 ടൈംസ് -27 ചെയ്യുമ്പോൾ -1215 ചെയ്യും. ഇനി രണ്ട് മൈനസ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് അയക്കാം. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 20/81. ഇവിടെ ഇതുപോലെ തന്നെ 280 ടൈംസ് -7 ചെയ്യുക. -8 ടൈംസ് -31 ചെയ്യുക. ഇത് പോസിറ്റീവ് വാല്യൂ, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആയിരുന്നു. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ -1960 ഡിവൈഡഡ് ബൈ 280. ഇനി ഇതിൽ അറേഞ്ച് ദ എക്സ്പ്രഷൻ ഗിവൺ ബിലോ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അഡീഷൻ ആണ് വരുന്നത്. രണ്ട് നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആൻസർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ വരുമ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഇത് വലിയ വാല്യൂ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെയും സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വലിയ സൈൻ്റെ വാല്യൂ തന്നെ പോസിറ്റീവ്. ഇതും സെയിം സൈൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് സെയിം സൈൻ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആൻസർ ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും ഏറ്റവും ആദ്യം വരുന്നത്. ഇത് സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടും. അപ്പം 348 ഇതും ആഡ് ചെയ്യുമ്പോൾ -1412. ഇവിടെ രണ്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ഷൻ ആണ് വേണ്ടത്. 1064ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസറും പോസിറ്റീവ് ആയിരിക്കും. ഇനി സി ഓരോന്നിന്റെ ആൻസർ നമുക്ക് എഴുതി പോകാം. ഫസ്റ്റ് വൺ നമുക്ക് കിട്ടിയത് -1412. ഇത് നമുക്ക് കിട്ടിയത് 7 +176. ഇതും ആഡ് ചെയ്യുമ്പോൾ 1412 ആണ് വരുന്നത്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അടുത്തതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 348 ടൈംസ് 1064. അത് രണ്ടും പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 370272. ഇവിടെ സെയിം നമ്പർ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യണേ. നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പം -370,272. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 348 ടൈംസ് 964. ഇത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം പിന്നത്തെ ആൻസർ വരുന്നത് 335472. അപ്പം ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡർ ആയിട്ടാണ്. സ്മോളർ ടു ലാർജർ ആണ് വരുന്നത്. ചെറിയ വാല്യൂ മുതൽ വലിയ വാല്യൂ വരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂവിൽ ഏറ്റവും നെഗറ്റീവ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് എഴുതേണ്ടത് സെക്കൻഡ്. ഇത് പിന്നെ വരുന്നത് ബി ആണ്. തേർഡ് വരുന്നത് പിന്നെ വരുന്നത് ഫോർത്ത്. ഇതാണ് വരുന്നത് ഫിഫ്ത്ത്. ഇത് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ആദ്യമേ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് നോക്കുക. എന്നിട്ട് നെഗറ്റീവ് മുതൽ പോസിറ്റീവ് വരെ, ചെറിയ വാല്യൂ മുതൽ വലിയ വാല്യൂ വരെ എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത എഴുതുക. -548 ടൈംസ് 972 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിക്കേ. -548 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -547 കിട്ടുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത -548 + 1 ചെയ്യുക. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. മറ്റേതാണെങ്കിൽ മൈനസ് ചെയ്തേച്ചാൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? +1 ചെയ്യുക. +1 × 972. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കൊടുക്കുക. -548 ടൈംസ് 972 + 972 ടൈംസ് 1.
അപ്പം ഇത് ആദ്യത്തെ കേസിൽ നെഗറ്റീവ് ആൻസർ ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ 972 ആഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ -548, ഇത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ 972 71 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 72-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. -548 അതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം -548 ടൈംസ് 972 -548 ഇൻ ടൈംസ് -1. ഇവിടെ 2 മൈനസ് വരുമ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്, ഇവിടെ നെഗറ്റീവ്. ഇത് സബ്ട്രാക്ട് ചെയ്യുക. അടുത്ത കേസിൽ ഇത് നോക്കുമ്പോൾ രണ്ടും -1 ചെയ്തേക്കും. ഇവിടെ +1 ചെയ്യണം, കാരണം ഒരു വാല്യൂ കുറയുകയോ ചെയ്തേക്കുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് +1, ഇവിടെ -1. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ +1 ചെയ്തു, ഇത് -1 ചെയ്തു. ഇനി ഓരോരോ ടേമിന് ഈ -548-നെ ഈ രണ്ട് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. -548 × 972, 2 -1 അപ്പോൾ അത് പോസിറ്റീവ് 548. ഇനി 1-നെ ഈ സെക്കൻഡ് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 972 -1. ഇനി ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. ആൻസർ വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് വീണ്ടും സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ -1 ആഡ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഇനി 14th ക്വസ്റ്റ്യൻ. 207 × -33 + 7 ഇതാണ്. അങ്ങനെയാണെങ്കിൽ -200 ടൈംസ് 33 - 7ന്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ സൈൻ മാറിയുന്ന ഇത് വലിയ പ്രശ്നമൊന്നും വന്നില്ല. 33 - 7 ആണ് ഇവിടെയും ചെയ്യുന്നത്. 33 - 7 ചെയ്യുമ്പോൾ ഇവിടെ -33 + 7 ചെയ്യുമ്പോൾ 26 കിട്ടും. പക്ഷെ നെഗറ്റീവ് വാല്യൂ എഴുതുന്നേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവ് വാല്യൂ വേണ്ട, നമുക്ക് 26 എഴുതാം. ഇവിടെ പോസിറ്റീവ് ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ അടുത്തതിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്ത് തന്നെ ആൻസർ വരുന്നത്? സെയിം ആൻസർ ആയ -5382 തന്നെയാണ് വന്നത്. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. ഇത് സാധാ സബ്ട്രാക്ഷൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈൻ വന്നപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സൈൻ ഇടുക, നെഗറ്റീവ് സൈൻ. ഇനി ക്വസ്റ്റ്യൻ 15 പറഞ്ഞിരിക്കുന്നത് ഈ നമ്പേഴ്സ് എല്ലാം യൂസ് ദീസ് നമ്പേഴ്സ് എക്സാക്ട്ലി വൺസ്. 3 - 2 5 -6 ഒരു വട്ടം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ബ്രാക്കറ്റോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. റിസൾട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ, ദ റിസൾട്ട് ഈസ് ദ മിനിമം പോസിബിൾ. ആൻസർ എഴുതുമ്പോൾ മാക്സിമം പോസിബിൾ വാല്യൂ കിട്ടാൻ പറ്റുന്നതും മിനിമം പോസിബിൾ വാല്യൂ കിട്ടാൻ പറ്റുന്നതും എഴുതും. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. നമുക്ക് എക്സാമിന് ടൈമൊന്നും ഉണ്ടാവില്ല, നമുക്ക് തോന്നിയ മാതിരി തന്നെ ചെയ്യുക, കിട്ടുന്ന പോലെ എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കണം -2 എഴുതി, അത് കഴിഞ്ഞിട്ട് -3-ഉം 5-ഉം കൂടി ആഡ് ചെയ്തു, പിന്നെ -6 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്താ സോൾവ് ചെയ്യും. 3 + 5 എന്ന് പറയുന്നത് എത്ര കിട്ടി? 8 കിട്ടി. മൈനസ് സൈൻ ഉണ്ട്. അപ്പം -2-ഉം -8-ഉം കൂടി ചെല്ലുമ്പോൾ -10 കിട്ടും. അതിനെ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60. മാക്സിമം പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 60. ഇനി ഇതിൻ്റെ മാക്സിമം നെഗറ്റീവ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നെഗറ്റീവ് വാല്യൂ ഇത്. അതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. 3 - -2 + 5 എന്ന് എഴുതി. ഇപ്പം 3 - -2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 5 + 5 10 കിട്ടി. 10 × -6 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? -60 കിട്ടി. അപ്പം ഇത് -60 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ. ഏത് വാല്യൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ലീസ്റ്റ് 5 ഡിഫറെൻറ്റ് വേസ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടിയേച്ചാൽ മതി? -36 കിട്ടിയേച്ചാൽ മതി. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? -6-ഉം 6-ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 0 ഇടും. അപ്പോൾ -36 കിട്ടി. -36 + 0 36. -5-ഉം 8-ഉം ചെയ്യാം. എന്നിട്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടും? -40 കിട്ടും. -40 + 4 ചെയ്യുമ്പോൾ -36 കിട്ടും. ഇവിടെ -32 കിട്ടും. -8 × 4, അതിൻ്റെ കൂടെ -4 ആഡ് ചെയ്യുമ്പോൾ -36 കിട്ടും. അതുപോലെ തന്നെ -8 × 6 + 12 ചെയ്യുക, -36. ഇവിടെ 3 × -11 -33 -3, അവിടെയും -36 കിട്ടി. അപ്പോൾ നമുക്ക് 5 പോസിബിൾ വാല്യൂസ് ആദ്യത്തെ എഴുതി. രണ്ടാമത്തെ അകത്ത് ഈ ആദ്യത്തെ ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. 2 ബ്രാക്കറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് അതിനെ 2 ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ 13 - 1 എടുത്തു. 13 - 1 എടുത്തപ്പോൾ 12. 12 × 1 12. ഇനി ഞാൻ 10 - 4 എടുത്തു. 6 കിട്ടി. 6 × 2-ഉം 12. 1 - 3 എടുത്തു. -2 കിട്ടി. -2 × -6 12.
14 മൈനസ് 10 ഇൻറ്റു 3 ചെയ്തപ്പോൾ 2 കിട്ടി, അല്ല 4 കിട്ടി. 4 ഇൻറ്റു 3 12. ഇവിടെ ഞാൻ ചെയ്തപ്പോൾ 16 മൈനസ് 13 ചെയ്തപ്പോൾ 3 കിട്ടി. 3 ഇൻറ്റു 4 ചെയ്തപ്പോൾ 12. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. തേർഡ് ബിറ്റ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റിലുള്ള ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തിട്ട് ആദ്യത്തേന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1 കിട്ടും. അപ്പം ആദ്യത്തെ ഞാൻ ഇടും 0 മൈനസ് 5 മൈനസ് 4 ചെയ്യും. 0 മൈനസ് 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ 1. 0 മൈനസ് 1 എന്ന് പറയുമ്പോൾ -1 കിട്ടി. ഇനി 0 മൈനസ് 6 മൈനസ് 5 തൊട്ടടുത്ത വാല്യൂസ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ 0 മൈനസ് 1 -1 കിട്ടി. ഇനി 0 മൈനസ് 7 മൈനസ് 6, 0 മൈനസ് 12 മൈനസ് 11, 0 മൈനസ് 27 മൈനസ് 26. ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് ഏത് കിട്ടും? -1 കിട്ടും. അങ്ങനെ -1 കിട്ടാൻ പാകത്തിന് ചെയ്തേച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ 0 തന്നെ കൊടുക്കണമെന്നില്ല, വേറെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പം അങ്ങനെ ഈ ചാപ്റ്റർ തീർന്നു. അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് ഡേ ഇടാം. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ എഴുതി വെച്ചാൽ മതി. അപ്പം താങ്ക് യു.